അണ്ടർ റേറ്റഡ് താരങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ താരം അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിരയിൽ തന്നെ കാണും. സ്പെയിനിൻ്റെയും അതേപോലെ തന്നെ PSG താരമായ 29 വയസ്സുകാരനായ ഫാബിയൻ റൂയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്പെയിനിനൊപ്പം 2022-23 നേഷൻസ് ലീഗ് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ യൂറോ എന്നീ നേട്ടങ്ങൾ ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ആ യൂറോ നേട്ടത്തിൽ ആ ടൂർണമെൻറ്റിലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് പ്ലെയർ ഇദ്ദേഹമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് പോലും പലരും പറയുന്നാരും കേട്ടില്ല. ആ യൂറോയിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് നേട്ടം സ്വന്തമാക്കിയത് റോഡ്രിയാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയും അത് ഫാബിയൻ റൂയിസ് തന്നെയാണെന്ന് ഞാൻ പറയും. സെൻട്രൽ മിഡ് പൊസിഷൻ കളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ആ ടൂർണമെൻറ്റിലെ സ്റ്റാറ്റ്സും ഗോൾ കോൺട്രിബ്യൂഷൻസും ഒക്കെ നോക്കേണ്ട ഒരു ഇതിലാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത്. ഈ സീസണിൽ UCL നേട്ടം സ്വന്തമാക്കിയ PSG വേണ്ടിയുള്ള ഇദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയാലും അത് എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇദ്ദേഹം തൻ്റെ കരിയർ തുടങ്ങിയത് റയൽ ബെറ്റിസിൽ നിന്നാണ്. പിന്നീട് അവിടുന്ന് നെപ്പോളിയിലേക്കും അവിടെ നിന്നാണ് PSG അദ്ദേഹം ചേക്കേറിയത്. മറ്റ് ചില പ്ലേയേഴ്സിനൊക്കെ വേൾഡ് ക്ലാസ് ആണെന്ന് കാണിക്കുന്ന PR ഒന്നും ഇദ്ദേഹത്തിനില്ല. സ്പെയിനിൻ്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ളവരിൽ വരെ വളരെ ചുരുക്കമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നാഷണൽ ടീമിന് വേണ്ടിയും അതേപോലെ തന്നെ ക്ലബിന് വേണ്ടിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ടോപ്പ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വളരെ ചുരുക്കം ചില താരങ്ങൾ ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തെ അണ്ടർ റേറ്റഡ് എന്ന് വിശേഷിപ്പിച്ചത്.